അപ്പൊ സമാധാനം. ഇന്ന് നമ്മള് ബിരിയാണി ബീഫ് ബിരിയാണി ഇട്ടാ. സവാള ഇട്ട് കഴിഞ്ഞു, ശേഷം തക്കാളി, മഞ്ഞപ്പൊടി, ബിരിയാണി മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ചപ്പ്. ഇതേപോലെ എല്ലാറ്റിലും ഒരേ അളവിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ. പുതിന, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, തൈര്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറുനാരങ്ങ നീര്, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത. ഫൈനലി നമ്മള് കഴുകി വെച്ച ബീഫ് ഇതാ റെഡിയാക്കിയിട്ടുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ. സാധാരണത്തെ പോലെ ലഗോണിട്ട് അടിക്കണ മാർക്ക് ചിരട്ട നമ്മൾ അടിക്കേണ്ട ബീഫ് അടിക്കേണ്ടത് ചിരട്ട തന്നെ അല്ലേ. പക്ഷെ പ്രത്യേകം എന്താ വെച്ചാൽ കുറച്ച് ടൈമിംഗ് എടുക്കും. കുട്ടനക്കാട് കുറച്ച് ടൈമിംഗ് എടുക്കും. ഇതിപ്പോ 8 ചെമ്പ് നമ്മൾ ദമ്മ് വെച്ചു. ദമ്മ് ബിരിയാണിക്ക് മസാല തേച്ചിട്ട് 4 ചെമ്പ് നമ്മൾ അരിക്ക് വെച്ച് വിടും. അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബീഫിനാകുമ്പോൾ കുറച്ച് നമ്മൾ മല്ലിപ്പൊടി കൂടുതൽ കയറ്റിടും. അപ്പോൾ ഇത് നമ്മൾ ഇനി അടുത്ത് മസാല അടിച്ചു, നമ്മൾ അടുത്ത് വെള്ളം വറ്റിച്ച് നമ്മൾ റൈസിടാനുള്ള പരിപാടിയിലാണ്.